Becoming the best version of yourself or becoming the better version of yourself. Better version. നിങ്ങൾക്ക് ഒരു better നിങ്ങളാവാം. ആയിക്കൂടെ? നിങ്ങൾ ബെസ്റ്റ് ആയിട്ട്, നമ്മൾ ആരും എന്തല്ല പെർഫെക്റ്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബെറ്റർ വേർഷൻ എങ്ങനെയാവാം, അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് വന്നിട്ടുള്ളത്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് സ്കില്ലാണ്. പ്രോബ്ലം സോൾവിങ്. എന്തെങ്കിലും ഒരു, ഇപ്പം നിങ്ങളൊരു കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലയന്റിന്റെ അടുത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നതാണോ ബെറ്റർ വേർഷൻ? പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പൊ പിന്നെ ബെറ്റർ വേർഷൻ എന്താണ്? ബെറ്റർ വേർഷൻ ഓഫ് 1% ഇന്നത്തേതിനേക്കാളും 1% ചേഞ്ച് വരിക നാളത്തേക്ക്. എങ്ങനെ ചേഞ്ച് വരണം? താഴേക്കാണോ? ചേഞ്ച് വരുമ്പോ അത് നിങ്ങളുടെ ബെറ്റർ വേർഷൻ അല്ലേ? അപ്പൊ 1% മതി. നിങ്ങളിപ്പോ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നാളെ ഞാൻ ഇന്ന് ഉറങ്ങുമ്പോ പറയട്ടെ, നാളെ ഞാൻ എന്റെ ബെറ്റർ വേർഷൻ ആയിട്ട് വളരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഉണരോ? ഇനിയിപ്പോ ഈ കോഴ്സ് എല്ലാം ഒരു ലാബ് ഒക്കെയാണ് വിചാരിക്കാം. പാരാമെഡിക്കൽ കോഴ്സസ് അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കും? അവിടെ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ പഠിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കും. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഹാർഡ് സ്കിൽസിലാണ്. ഹാർഡ് സ്കിൽസ് എന്ന് പറയും. നമ്മൾ ഈ മനുഷ്യക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? നമ്മളിപ്പോ നമ്മുടെ എൽഡർ ആയിട്ടുള്ള ആൾക്കാർ ഈ കുട്ടീനെ എന്ത് ചെയ്യും? അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യും. ശരിയല്ലേ? ഈ കുട്ടി തന്നെ വന്നിട്ട് പാല് കുടിക്കുമോ? അത് എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ട് ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യത്തെ 1 വീക്കൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. അറിയാവുന്നവർക്ക് അറിയുമായിരിക്കും, കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും ഇത് പാല് കുടിച്ച് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പൊ ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു ഫീഡിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടീനെ ഓരോ സ്റ്റേജും ആലോചിച്ചു. ഈ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കുട്ടിക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണത്. നമ്മൾക്ക് എന്തിനും എന്ത് വേണം? ട്രെയിനിങ് വേണം. നമ്മൾ എന്നാലേ അത് ഡെവലപ്പ് ആവും. നമ്മൾക്ക് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി അത് ഡെവലപ്പായി വരില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് മനസ്സിൽ വിചാരിച്ച് ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആട്ടിൻകുട്ടി ഞാൻ പറഞ്ഞില്ലേ, ആട്ടിൻകുട്ടീനെ കുറിച്ച് ആലോചിച്ചു. ഈ കുട്ടീനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫീഡ് ചെയ്യിക്കുന്നുണ്ടല്ലേ? കുട്ടി എന്ത് ചെയ്തു? തന്നെ പോയിട്ട് പാല് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മള് മൗഗ്ലി കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ നമുക്ക് കാർട്ടൂൺ ഇല്ലായിരുന്നു. ഈ മൗഗ്ലിന്റെ റിയൽ വേർഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ? ഇന്ത്യയിൽ മൗഗ്ലിന്റെ ഒരു റിയൽ വേർഷൻ ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണെന്നാ തോന്നുന്നത്. അപ്പൊ ഈ റിയൽ വേർഷൻ, ഒരു കുട്ടി കാട്ടിൽ ജനിക്കുകയാണ്, കാട്ടിൽ പെട്ടുപോവാണ്. ഈ കുട്ടി എന്താണ്? മൃഗങ്ങളെ പോലെ ബിഹേവ്. മൗഗ്ലി തന്നെ എങ്ങനെയാണ്? മൃഗങ്ങളെ പോലെയല്ലേ? മരത്തിൽ നിന്ന് ചാടി, വള്ളിയിൽ ചാടി, അങ്ങനെയല്ലേ ഇതാക്കുന്നത്. അപ്പൊ ഈ കുട്ടി മൃഗങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്. ആ രീതിയിൽ ട്രെയിൻഡ് ആവുകയാണ് ചെയ്യുന്നത്. മനുഷ്യക്കുട്ടീനെ പോലെ ബിഹേവ് ചെയ്യുന്നില്ല. ശരിയല്ലേ? അപ്പൊ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ്. എന്നാൽ ഞാൻ മനുഷ്യനാണ്, ഞാൻ മൃഗമല്ല, അതുകൊണ്ട് ഞാൻ മനുഷ്യരെ പോലെ ഈ കാട്ടിൽ ജീവിക്കട്ടെ എന്ന് ആ കുട്ടി വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതിനുള്ള ഒരു എന്താ പറയുക, പവർ ആ കുട്ടിയുടെ ബ്രെയിനിലില്ല. ആ കുട്ടിയുടെ തന്നെ നമ്മളുടെ ആരുടെയും ബ്രെയിനിന് ആ രീതിയിലുള്ള പവർ ഇല്ല. അപ്പൊ നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയാം, ഹ്യൂമൻ നേച്ചറാണ്, ഹ്യൂമൻ ബ്രെയിൻ ആണ്, നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് ഫീലിംഗ് എന്താണ് എന്ന് മൈൻഡിലൊരു വേർഡ് കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എനർജിയോട് കൂടി ആ വേർഡ് ഷൗട്ട് ചെയ്യണം. With full energy. Ready? 1, 2, 3, start. ഈ നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ പറയുന്നതാണ് കേൾക്കുക. ഓക്കെ, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇല്ല, അതിനെ കൊണ്ട് പറ്റും, നീ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കില്ല, അത് ഒരിക്കലും ചെയ്യില്ല. അത് നമ്മൾ ആക്ച്വലി ആരോട് പറയണം? ബ്രെയിനോട് പറയണം. നിന്നെ കൊണ്ട് പറ്റും, നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രെയിനോട് പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ബ്രെയിൻ എന്തെങ്കിലും അടിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുള്ളൂ, നമ്മളിങ്ങനെ കംഫർട്ടബിൾ ആക്കി ഇരുത്തുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഡിസൈനിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതില് നിങ്ങൾ ബെറ്റർ വേർഷൻ ആവാൻ ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കും. എന്താണ് ഇന്നത്തേതിലും കുറച്ചുകൂടെ ക്ലിയർ ആണ്, അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്. സ്ട്രോങ്ങർ എന്ന് വെച്ചാൽ ഫിസിക്കലി സ്ട്രോങ്ങർ അല്ല, ഫിസിക്കലി ആവാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഇമോഷണലി മെന്റലി സ്ട്രോങ്ങർ ആയി, കുറച്ചുകൂടെ കോൺഷ്യസ് ആയി,
ബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ബെറ്റർ വേർഷൻ എന്ന് പറയുന്നത് ഒരു ബിഗ് ചേഞ്ച് അല്ല. അതെന്താണ്? ഒരു സ്മോൾ അപ്ഗ്രേഡ് ആണ്. വളരെ ചെറിയ അപ്ഗ്രേഡ്. ഇപ്പൊ നമ്മളൊരു ഫോണ് വാങ്ങി, നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞാൽ ആദ്യം മാറ്റും. വീട്ടിൽ ഫോൺ ഇതിന്റെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു, ഞാൻ പുതിയൊരു ഫോൺ വാങ്ങാം. ഓരോ മാസം കൂടുമ്പോൾ മാറ്റാറുണ്ടോ? ഒരു വർഷം കൂടുമ്പോൾ മാറ്റാറുണ്ടോ? ചിലർ മാറ്റിയത് ബട്ട് എന്തായാലും കോമൺ അല്ല അല്ലെ? അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മാറ്റാറില്ല. നമ്മൾ പകരം എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് പുതിയ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാപ്പിനെസ് അപ്പം അതിലെന്താണ് ഒരു ചെറിയൊരു അപ്ഗ്രേഡേഷൻ ആണ് നടക്കുന്നത്. അതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ബെറ്റർ വേർഷൻ ആവുക എന്ന് പറയുന്നത് ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു ബിഗ് ചേഞ്ച് അല്ല, ബട്ട് ഒരു ചെറിയൊരു അപ്ഗ്രേഡേഷൻ. അതാണ് ലൈഫിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് തിങ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ ഒരു ബെറ്റർ വേർഷൻ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പാരിസൺ അല്ല. ഒരാള് ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇഷ്ടമായിട്ടുണ്ട്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കണ്ട് എനിക്ക് അവരെ പോലെ ആവണം, അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ ആയില്ലല്ലോ എന്നുള്ളൊരു കമ്പാരിസൺ അല്ല വേണ്ടത്. ബട്ട് എന്താ വേണ്ടത്? നമ്മളുടെ കാര്യത്തിൽ പ്രോഗ്രസ് ആണ് വേണ്ടത്. ഒരു സിംഗിൾ പെർസെന്റേജ് പ്രോഗ്രസ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ആളാണ്, പെട്ടെന്ന് ദേഷ്യം. അപ്പൊ അതിലൊരു ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിൽ നാളെ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ചേഞ്ച് കൊണ്ടുവരണം മതി, എനിക്ക് നാളെ എന്ത് ചെയ്യാം, അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഐ ക്യാൻ പോസ് ഫോർ സം 3 seconds. പോസ് ചെയ്തിട്ട് ആ ഒരു ആങ്കറിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? സോ കമ്പാരിസണിന് പകരം നമ്മൾ എന്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണം? നമ്മൾ പ്രോഗ്രസ് ചെയ്ത് സെക്കൻഡ്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൊരു പാറ്റേൺ അതിന്റെ ഒരു മോഡൽ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ആ ഡ്രസ് ആ മോഡലിൽ വരും അല്ലേ? പാറ്റേൺ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ആണ്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. എന്തൊക്കെ പാറ്റേൺസ്? തിങ്കിങ് പാറ്റേൺ, ഇമോഷണൽ പാറ്റേൺ, റിയാക്ഷൻ പാറ്റേൺ. ഇപ്പൊ ഒരാൾ റിയാക്ട് ചെയ്യുമ്പോൾ പേരുന്ന അക്സ റിയാക്ട് ചെയ്യുന്ന പോലെയാണോ ഹാജറ റിയാക്ട് ചെയ്യുക? ആണോ? ഒരിക്കലല്ല, ഡിഫറെന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. ഇപ്പൊ അക്സേനെ ആരെങ്കിലും ഒരാൾ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ അക്സേനെ റിയാക്ട് ചെയ്യാൻ തിരിച്ചടിക്കും. ഹാജറ എങ്ങനെ റിയാക്ട് ചെയ്യാം? അപ്പൊ നമ്മൾക്ക് തന്നെ എക്സ്ക്യൂസസ് ഉണ്ടാവില്ലേ? നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്, എവിടെ വരുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ വിചാരിക്കുകയാണ് ചെറിയൊരു തലവേദന ഉണ്ട്, ഞാൻ നാളെ ചെയ്തോളാം. അത് അവിടെ എക്സ്ക്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെ ഈ പല എക്സ്ക്യൂസസ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ശരിയല്ലേ? സോ ഈ എക്സ്ക്യൂസസിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ആക്ഷൻസ് കൊടുക്കണം. ഒറ്റയടിക്ക് ചെയ്യാന്നല്ല, ഒരു സ്റ്റെപ്പെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക. ആക്ഷൻസ്. സോ ആക്ഷൻസ് ഓവർ എക്സ്ക്യൂസസ്, അതാണ് നമ്മൾ ചെയ്യേണ്ട ഫോർത്ത് കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, വാല്യൂ യുവർ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളുടെ ഫോൺ മെമ്മറി ഫുൾ ആയിരിക്കുക വിചാരിക്കുക. ഓക്കെ, ഹാങ് ആവാണ്, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹാങ് ആവാണ്, നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടു ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യും. പകരം നമ്മൾ എന്ത് ചെയ്യും? അതിലുള്ള ആവശ്യമില്ലാത്ത കുറെ ഫോട്ടോസ് റിമൂവ് ചെയ്യും, ഫയൽസ് റിമൂവ് ചെയ്യും, ആപ്സ് റിമൂവ് ചെയ്യും. അതുവരെ ആവശ്യമുണ്ടായിരുന്ന ആപ്പൊക്കെ എടുത്തിട്ട് ഇതിപ്പോ എന്തിനാണ് ഫോട്ടോസ് ആണെങ്കിലും എന്താ പറയുക, കാണാൻ കൊള്ളാം പക്ഷെ വേണ്ട എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഫോൺ എന്തായി? നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറയും. സി, നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ്? നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ്? മൈൻഡിൽ ഇതുപോലെ കാര്യങ്ങളില്ലേ? പാസ്റ്റ് തോട്ട്സ് ഇല്ലേ നമ്മുടെ മൈൻഡില്? റിഗ്രറ്റ്സ് ഇല്ലേ? ഫ്യൂച്ചറിലെ ആൻസൈറ്റീസ് ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട്? ഈ മൈൻഡ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പക്ഷെ ഈ മൈൻഡ് വെച്ചിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഡീക്ലട്ടർ ചെയ്യണം. ഡീക്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തോട്ട്സ്, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യണം.
എവിടെ കൊണ്ട് റിമൂവ് ചെയ്യും? വേസ്റ്റ് ബാസ്കറ്റിൽ പോയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെ റിമൂവ് ചെയ്യാം? നിങ്ങൾ എന്തൊരു ബുക്ക് എടുക്കുക, അതിൽ എഴുതി വെച്ചാൽ മതി, അത് റിമൂവ് ആയി. സീരിയസ്ലി ഇതൊന്ന് ജസ്റ്റ് വർക്ക്, ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നിങ്ങളൊരു ബുക്ക് എടുക്കുക, കിടക്കുന്നതിന് മുന്നേ, മിക്കവാറും രാത്രിയാണ് ഒരുപാട് ചിന്തകൾ വരിക. അപ്പൊ ഇങ്ങനെ ഈ ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങളൊരു ബുക്ക് എടുക്കുക. നിങ്ങൾ ബുക്ക് എടുത്ത് നിങ്ങളുടെ തോട്ട്സ് കംപ്ലീറ്റ്ലി എഴുതുക. എന്ത് തോട്ട്സ് ആയിക്കോട്ടെ, അതാരും പഠിക്കാൻ പോകുന്നില്ലല്ലോ. അത് പിന്നെ വേസ്റ്റ് ബാസ്കറ്റ് വേണ്ടിട്ടോ. കമ്പാരിസൺ അല്ല, പ്രോഗ്രസ് ആണ് വേണ്ടത്. നെക്സ്റ്റ് വൺ, വാല്യൂ യുവർ mental and emotional health. Last one, actions over excuses ന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാ? actions. നമ്മൾ ഓരോ ചെറിയ ആക്ഷൻ, നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് എന്താവാൻ പോകുന്ന പ്രധാനമന്ത്രി ആവാൻ കൂടില്ല, ഇല്ലല്ലോ. പക്ഷെ ആയിക്കൂടായി ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആയിക്കൂടെ? പറ്റില്ലേ? ഓക്കെ, എനിക്ക് കോഫിനേക്കാൾ ഇഷ്ടം ചായയാണ്. മറ്റൊക്കെ കോഫി ലവേഴ്സാണോ? നിങ്ങൾ ഇന്നലെ രാത്രി, ഞാൻ ഇന്നലെ രാത്രി 7 മണിക്കൂറിൽ കുറവാണ് ഉറങ്ങിയത്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്. എനിക്ക് ലൈഫില് ഒരു ഹാബിറ്റെങ്കിലും ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഫൈൻ. എല്ലാം ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു മൈൻഡ് അല്ലേ എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് റെഡി ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഫീൽ ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രശ്നം. ഇപ്പൊ ഒരാളോട്, ഞാൻ ആരോടെങ്കിലും ഇതുവരെ മുന്നിൽ വന്ന് സംസാരിക്കാത്ത ഒരാളോ, ഇവിടെ വന്നിട്ട് സംസാരിക്കാത്ത ഒരാളോട് വന്നിട്ട് ഞാൻ പറയാണ്, ഇവിടെ വന്ന് എന്ത് ഒരു ടോപ്പിക് കൊടുക്കുകയാണ്, കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് അയാൾ സംസാരിക്കുമോ? സ്റ്റാർട്ട് ചെയ്യാൻ അയാൾക്ക് പേടിയല്ലേ? പക്ഷേ ആളുടെ പേടി എന്താണെന്ന് അറിയോ? സ്റ്റാർട്ട് ചെയ്ത് 20 സെക്കൻഡ്സ് മാത്രമേ നിൽക്കുള്ളൂ. 20 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ആ പേടിയെ കുറിച്ചേ മറന്നു പോയിട്ടുണ്ടാവും. അതാണ് ആ 20 സെക്കൻഡ്സ് റൂൾ എന്ന് പറഞ്ഞ റൂൾ തന്നെയുണ്ട്. നമ്മൾക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യാൻ 20 സെക്കൻഡ്സേ പേടിയുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 20 സെക്കൻഡ്സ് ആകുമ്പോൾ നമുക്ക് ആ പേടി തന്നെ മറന്നു പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? സോ നമ്മൾ ഒരിക്കലും റെഡി ആയി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന പോലെ വരും. ഓക്കെ, നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ഹാബിറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, സ്ക്രോളിംഗ്. നമ്മൾ എന്ത് ചെയ്യും? ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? കുറെ ടൈം അൺവാണ്ടഡ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ ഹാബിറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് റീപ്ലേസ് ചെയ്യാം. ഈ ഹാബിറ്റിനെ, ഈ ഒരു നിങ്ങൾക്ക് വേണ്ടാത്തൊരു ഹാബിറ്റിനെ നിങ്ങൾ പുതിയൊരു ഹാബിറ്റുമായിട്ട് റീപ്ലേസ് ചെയ്യാം. എന്ത് ഹാബിറ്റുമായിട്ട്? ഇപ്പൊ എക്സാമ്പിൾ പറയാം, റീഡിംഗുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് സ്റ്റിച്ചിങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം, ഡിസൈനിങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിൽ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്ന എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു പോകും. ബട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വേറെ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റൂൾ. റീപ്ലേസ് ദ ഹാബിറ്റ്, ഡോണ്ട് റിമൂവ് ഇറ്റ്. ഓക്കെ, ബി കൺസിസ്റ്റന്റ്, നോട്ട് പെർഫെക്റ്റ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പെർഫെക്റ്റ് ആവുക എന്നുള്ളതിലല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിലാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പൊ റെഗുലർ ആയിട്ട് ചെയ്യും. ഇപ്പൊ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു, എനിക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ എനിക്ക് വർക്ക്ഔട്ട്, എക്സസൈസ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കും. ഞാൻ തീരുമാനിക്കുകയാണ് ജിമ്മിൽ പോകണം നാളെ മുതൽ. നാളെ ഞാൻ രാവിലെ എണീറ്റിട്ട് പോയി. നെക്സ്റ്റ് ഡേ എനിക്ക് ചെറിയൊരു തിരക്ക് ഇല്ലെങ്കിൽ മടി, ഞാൻ പോയില്ല. അതിലൊരു കാര്യമില്ല. ബിക്കോസ് അത് പിന്നെ നമ്മളെ ഫുൾ ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ കൺസിസ്റ്റന്റ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും നിങ്ങൾ ഡിസൈനിങ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. സ്റ്റിച്ചിങ് ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട്, പാറ്റേൺ വർക്ക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ആവുക എന്നുള്ളതിലല്ല കാര്യം,
കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം.